ഹായ് സുഹൃത്തുക്കളെ, ചാനലിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, ആവശ്യമെങ്കിൽ പട്ടിണി കിടന്ന് മരിക്കുന്നതാണ് നല്ലത്. എന്നാൽ ഇതുപോലുള്ള 4 പേരോട് ഒരിക്കലും സഹായം ചോദിക്കരുത് എന്ന് കാക്ക പറഞ്ഞ ഒരു കഥയെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ അറിയാൻ പോകുന്നത്. കാരണം സുഹൃത്തുക്കളെ, വീട്ടിൽ നമ്മുടെ മുതിർന്നവരും ചിലപ്പോൾ പറയാറില്ലേ, വിശന്ന് വലഞ്ഞാലും സാരമില്ല, എന്നാൽ അവനോട് മാത്രം സഹായം ചോദിക്കരുത് എന്ന് പറയാറുണ്ട്. അതുപോലെ ഈ കഥയിലും ഒരു കാക്ക 4 പേരോട് മാത്രം സഹായത്തിനായി ഒരിക്കലും യാചിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ കാക്ക പറഞ്ഞ ആ 4 പേർ ആരാണെന്ന് ഇപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ പൂർണ്ണമായി മനസ്സിലാക്കാം. സുഹൃത്തുക്കളെ, ഈ വീഡിയോ വളരെ രസകരമായിരിക്കും. അതിനാൽ വീഡിയോ ഒരിടത്തും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ തീർച്ചയായും കാണുക. അപ്പോൾ മാത്രമേ കാക്ക പറഞ്ഞ പൂർണ്ണമായ ജ്ഞാനം നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാകൂ. കാരണം ഈ കാക്ക പറഞ്ഞ കാര്യം വളരെ വിവരമുള്ളതും വളരെ പ്രചോദനം നൽകുന്നതുമായിരിക്കും. സുഹൃത്തുക്കളെ, ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചെറിയ അഭ്യർത്ഥന എന്തെന്നാൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഒരു ലൈക്ക് ഇതുപോലുള്ള പല വീഡിയോകൾ നിർമ്മിക്കാൻ ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്നതിനാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇപ്പോൾ കാക്ക പറഞ്ഞ ആ 4 കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ കഥ എന്താണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. സുഹൃത്തുക്കളെ, ഒരിക്കൽ ഒരു കാട്ടിൽ ഒരു വലിയ ക്ഷാമം വന്നു. എന്നാൽ ഈ ക്ഷാമം എത്ര ഭയങ്കരമായി വന്നു എന്നുവെച്ചാൽ ആ കാട്ടിൽ അത് മഴക്കാലമായിരുന്നിട്ടും ഒരു വർഷം മുഴുവൻ ഒരു മഴ പോലും പെയ്തില്ല. അതായത് കാട്ടിലെ കുളങ്ങളിൽ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടായിരുന്നില്ല. ഇത് കാട്ടിൽ അതിരൂക്ഷമായ വരൾച്ചയ്ക്ക് കാരണമായി. ഇത് കാട്ടിൽ വസിക്കുന്ന മൃഗങ്ങൾക്കും ഭക്ഷണം ലഭിക്കാതെയാക്കി. അതിനാൽ കാട്ടിലെ മൃഗങ്ങളെല്ലാം വിശപ്പുകൊണ്ട് വലഞ്ഞു. ഇത് കാരണം കാട്ടിൽ വസിക്കുന്ന മൃഗങ്ങളും പക്ഷികളും പതിയെ കാട് വിട്ട് മറ്റ് കാടുകളിലേക്ക് പോകാൻ തുടങ്ങി. എന്നാൽ സുഹൃത്തുക്കളെ, വരൾച്ച ബാധിച്ച അതേ കാട്ടിൽ ഒരു കാക്ക ദമ്പതികളും താമസിച്ചിരുന്നു. ആ കാക്ക ദമ്പതികളും ഒരു മരക്കൊമ്പിൽ വളരെ ദുഃഖിതരായി അവ ഇരുന്നിരുന്നു. കാരണം ആ ജോഡി കാക്കകളിൽ പെൺകാക്കയ്ക്ക് വളരെ വിശപ്പുണ്ടായിരുന്നു. ആ പെൺകാക്ക 3 ദിവസമായി ഒരു ധാന്യം പോലും കഴിച്ചിരുന്നില്ല. കാരണം ആ കാക്കകൾക്ക് കാട് മുഴുവൻ തിരഞ്ഞിട്ടും കഴിക്കാൻ ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് ആ കാക്കകൾ മരക്കൊമ്പിലിരുന്ന് അങ്ങുമിങ്ങും നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്നാൽ ഒരു കുറുക്കൻ ഒരു ഇറച്ചിക്കഷ്ണവുമായി കാക്കകൾ ഇരുന്ന് മരച്ചുവട്ടിലേക്ക് വന്നു. പെൺകാക്ക ആ കുറുക്കനെ കണ്ടപ്പോൾ കാക്കയുടെ വായിൽ വെള്ളമൂറി. ഉടൻ തന്നെ ആ കാക്ക കുറുക്കനോട് സംസാരിക്കാൻ തുടങ്ങി. ഇങ്ങനെ പറയുന്നു: കുറുക്കൻ അണ്ണ, ഞാൻ 3 ദിവസമായി വളരെ വിശപ്പിലാണ്. ദയവായി എനിക്കും ഒരു ചെറിയ ഇറച്ചി കഷ്ണം തരൂ. ഇത് നിങ്ങൾ എനിക്ക് വളരെ സഹായകരമാകും. അതുപോലെ എന്റെ വിശപ്പും മാറും. അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായും മരിച്ചുപോകും എന്ന് ആ കാക്ക കുറുക്കനോട് പറയുന്നു. കുറുക്കനും മരത്തിലിരിക്കുന്ന ആ കാക്കകളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം കൂട്ടുകാരെ, കുറുക്കന്റെ സ്വഭാവം എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? തന്ത്രശാലിയായ കുറുക്കൻ ഈ ചെറിയ മാംസകഷ്ണം കൊണ്ട് എന്റെ വയറു പൂർണ്ണമായി നിറയില്ലെന്ന് അത് കരുതുന്നു. മാത്രമല്ല, ഈ കാക്കകൾ സ്വയം എന്നോട് സഹായം ചോദിച്ചതുകൊണ്ട് അവയെ എന്റെ അടുത്തേക്ക് വരുത്താൻ ഇത് നല്ല അവസരമാണ്. കാരണം ആ കാക്കകൾ എന്റെ അടുത്ത് വന്ന് മാംസകഷ്ണം തിന്നുന്നതിന് മുൻപ് എനിക്ക് ആ കാക്കകളെ കൊന്ന് എന്റെ വയറു നിറയ്ക്കാമെന്ന് ആ കുറുക്കൻ മനസ്സിൽ വിചാരിക്കുന്നു. അതിനുശേഷം ആ തന്ത്രശാലിയായ കുറുക്കൻ ആ കാക്കയോട് സ്നേഹത്തോടെ സംസാരിക്കുന്നു. ഓ കാക്കേ, നീ ഒട്ടും പരിഭ്രമിക്കേണ്ട. ദയവായി താഴെയിറങ്ങി എന്റെ അടുത്ത് വന്നിരിക്കൂ. നിന്നെ എന്റെ അടുത്ത്
ഇരുത്തിക്കൊണ്ട് ഈ കഷ്ണം വലിയ സ്നേഹത്തോടെ നിനക്ക് ഞാൻ നൽകാം എന്ന് പറയുന്നു. കുറുക്കൻ സ്നേഹത്തോടെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ പെൺകാക്കയും വളരെ സന്തോഷത്തിലായി. മരത്തിൽ നിന്ന് പറന്ന് താഴെ പോകാനും തയ്യാറാകുന്നു. എന്നാൽ അടുത്തുള്ള ഇത് ശ്രദ്ധിച്ച ആൺകാക്ക ആ പെൺകാക്ക താഴെ പോകാതെ തടയുന്നു. ഉടൻ ആ ആൺകാക്ക പെൺകാക്കയോട് സംസാരിക്കുന്നു. ഓ ഭ്രാന്തി, നിനക്ക് ബുദ്ധിയുണ്ടോ? ഈ കുറുക്കൻ നമ്മുടെ വർഗത്തിന്റെ ശത്രുവാണെന്ന് നിനക്ക് അറിയില്ലേ? അങ്ങനെയായിരുന്നിട്ടും നീ ആ കുറുക്കന്റെ സംസാരം കേട്ട് താഴെ പോയാൽ ആ കുറുക്കൻ നിനക്ക് ഇറച്ചി കഷ്ണം തരുമോ? ഇല്ലയോ? നിന്നെ തീർച്ചയായും കൊന്ന് തിന്നും എന്ന് പറയുന്നു. എന്നാൽ പെൺകാക്ക വിശപ്പിലായിരുന്നതുകൊണ്ട് തന്റെ ഭർത്താവ് പറയുന്നതൊന്നും കാര്യമാക്കിയില്ല. ഇല്ല അന്നാ, നിങ്ങൾക്ക് ഒന്നും അറിയില്ല. കുറുക്കൻ അന്ന എത്ര സ്നേഹത്തോടെ പറഞ്ഞു. എനിക്ക് വാഗ്ദാനവും നൽകി. നിങ്ങൾ നേരിട്ട് കണ്ടതല്ലേ, അതുകൊണ്ട് ഞാൻ തീർച്ചയായും പോകും. അവൻ തീർച്ചയായും ഇങ്ങനെയുള്ള കാര്യം ചെയ്യില്ല. എനിക്ക് ഭക്ഷണവും തരും എന്ന് പറയുന്നു. നിങ്ങൾ പോലും വരൂ, നിങ്ങൾ കൂടുതൽ കുറച്ച് കഴിക്കാം എന്ന് പറഞ്ഞ് തന്റെ ഭർത്താവിനെയും വരാൻ പറയുന്നു. അങ്ങനെ ആയിരുന്നിട്ടും ആൺ കാക്ക തന്റെ ഭാര്യയോട് എത്രയോ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ആ തന്ത്രശാലിയായ കുറുക്കന്റെ അടുത്ത് പോകരുത്, അത് നിന്നെ കൊന്നു തിന്നും എന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോഴും പോലും പെൺകാക്ക തന്റെ ഭർത്താവായ ആൺകാക്കയുടെ വാക്കുകൾ ഒട്ടും മനസ്സിലാക്കിയില്ല. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഒന്നും അറിയില്ല. നിങ്ങൾ വെറും ഭയം കാരണം എനിക്ക് ലഭിക്കേണ്ട ഭക്ഷണവും തടഞ്ഞ് നിർത്തുന്നു എന്ന് പറയുന്നു. ഇതിനാൽ തന്റെ ഭാര്യയായ പെൺകാക്കയുടെ മനസ്സ് മാറ്റാൻ ആൺകാക്ക, ശരി, നീ ആഗ്രഹിച്ചതുപോലെ നീ ആ കുറുക്കന്റെ അടുത്ത് പോയി ഭക്ഷണം കഴിക്കാം. എന്നാൽ അതിനു മുമ്പായി ഞാൻ നിനക്ക് ഒരു ചെറിയ കഥ പറയാം. കഥ കേട്ട് അതിലുള്ള നീതി മനസ്സിലാക്കി അതിനുശേഷം നീ കുറുക്കന്റെ അടുത്ത് പോകാം എന്ന് പറയുന്നു. അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന ഈ കഥ ശ്രദ്ധയോടെ കേൾക്കുക. അപ്പോൾ മാത്രമേ ഞാൻ പറഞ്ഞ കഥയിലുള്ള ധ്യാനം നിനക്ക് പൂർണ്ണമായി മനസ്സിലാകൂ എന്ന് ആൺകാക്ക പെൺകാക്കയോട് പറയുന്നു. അതിനുശേഷം പെൺകാക്കയും തന്റെ ഭർത്താവ് പറയുന്ന കഥ വളരെ ശ്രദ്ധയോടെ കേൾക്കാൻ തുടങ്ങുന്നു. എന്റെ പ്രിയപ്പെട്ട കാക്കയെ, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ കാട്ടിൽ ഒരു ആൽമരം ഉണ്ടായിരുന്നു. ആ ആൽമരത്തിന്റെ ഗുഹയിൽ ഒരു ആൺതത്തയും ഒരു പെൺതത്തയും താമസിച്ചിരുന്നു. അതായത് ഒരു ജോഡി തത്തകൾ താമസിച്ചിരുന്നു. അതേ ആൽമരത്തിന്റെ മറ്റൊരു പൊത്തിൽ ഒരു പാമ്പ് താമസിച്ചിരുന്നു. തത്ത കൂട്ടിൽ ഇട്ട മുട്ടകൾ എല്ലാം അത് തിന്നു തീർത്തു. എങ്ങനെ എന്നാൽ തത്ത ഭക്ഷണത്തിനായി പുറത്തു പോകുമല്ലോ. അപ്പോൾ തത്ത ഇല്ലാത്ത സമയത്ത് ആ പാമ്പ് വന്ന് തത്തയിട്ട മുട്ടകൾ ഓരോന്നായി തിന്നു തീർത്തു. ചില സമയങ്ങളിൽ തത്തയിട്ട മുട്ടകൾ കുഞ്ഞുങ്ങളായും മാറിയിരുന്നു. തത്ത ഭക്ഷണത്തിനായി പുറത്തു പോകുമ്പോഴെല്ലാം ആ പാമ്പ് തത്ത കുഞ്ഞുങ്ങളെയും തിന്നു തീർത്തു. ഇതെല്ലാം കണ്ട തത്ത വളരെ ദുഃഖിതയായി. കാരണം ആ തത്തയ്ക്ക് മാതൃത്വപരമായ മനസ്സുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾക്ക് പലതവണ ഇതുപോലുള്ള ദുരിതം ഉണ്ടായി. അതുകൊണ്ട് അവൾ ദുഃഖിതയായി. ഒരു ദിവസം മുഴുവൻ കരഞ്ഞുകൊണ്ട് ഇരുന്നു. തന്റെ ഭാര്യ കരയുന്നത് കണ്ട് തത്തയും തന്റെ ഭാര്യയുടെ അടുത്ത് പോയി കരയാൻ തുടങ്ങി. അപ്പോൾ ആ മരക്കൊമ്പിൽ ഒരു കാക്ക വന്നിരുന്നു. ആ കാക്ക ജോഡി തത്തകൾ ദുഃഖിതരായിരിക്കുന്നത് കണ്ട് ഉടൻ, ഓ തത്തേ, എന്തുപറ്റി, എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചു. ഉടൻ തത്ത നടന്ന കഥ കാക്കയോട് പറയാൻ തുടങ്ങി. ഞാൻ മുട്ടയിടുന്ന ഓരോ തവണയും, എനിക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുന്ന ഓരോ തവണയും, ഈ മരപ്പൊത്തിൽ താമസിക്കുന്ന പാമ്പ് ഞങ്ങൾ ഭക്ഷണം തേടി പുറത്തു പോകുന്ന സമയത്തെല്ലാം എന്റെ കുഞ്ഞുങ്ങളെയും എന്റെ മുട്ടകളെയും തിന്നുകളയുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിച്ച് വളരെ വിഷമിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും?
പ്രതികാരം ചെയ്യാൻ പോലും കഴിയുന്നില്ല. കാരണം ഞങ്ങൾക്ക് ആ പാമ്പുമായി വഴക്കിടാൻ കഴിയില്ല. അതുകൂടാതെ അതൊരു വിഷമുള്ള ജീവിയായതുകൊണ്ട് വളരെ അപകടകരമാണ്. അതുകൂടാതെ അത് വളരെ ക്രൂരവുമാണ്. കാരണം ഇതുപോലൊരു ഭയങ്കരമായ സംഭവം എനിക്ക് പലതവണ സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ തങ്ങൾക്ക് സംഭവിച്ച അനീതികളെല്ലാം ആ കാക്കയോട് പറഞ്ഞ് വളരെ വിഷമിച്ചു. ആ 2 തത്തകൾ പറഞ്ഞ അവരുടെ ദുഃഖകരമായ സംഭവത്തെക്കുറിച്ച് കേട്ട് മനസ്സിലാക്കിയ ആ കാക്കയ്ക്ക് ഒരു ആശയം തോന്നി. ഉടൻ ആ കാക്ക തത്തകളോട് കരുണ തോന്നി. നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം എന്റെ പക്കലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടാതെ എന്നോടൊപ്പം വരൂ. കാരണം ഇതിനടുത്ത് ഒരു കുളമുണ്ട്. ഇനി നമുക്ക് ആ കുളത്തിൽ നിന്ന് മീനുകളെ പിടിച്ച് കൊണ്ടുവരുമെന്ന് പറയുന്നു. ഈ വാക്ക് കേട്ടയുടൻ തത്തകൾ നീ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറയുന്നു. ഉടൻ ആ കാക്ക ആ തത്തകൾക്ക് യഥാർത്ഥ വിഷയം വിശദീകരിക്കാൻ തുടങ്ങുന്നു. എപ്പോഴൊക്കെ നമ്മുടെ ശത്രു നമ്മളെക്കാൾ ശക്തനായിരിക്കുമ്പോൾ അവനെ നമുക്ക് നമ്മുടെ ശരീരബലം കൊണ്ട് എതിർക്കാൻ കഴിയാത്തപ്പോൾ അപ്പോൾ നമ്മൾ നമ്മുടെ ബുദ്ധിബലം ഉപയോഗിക്കണം. അതായത് നമ്മൾ നമ്മുടെ അറിവ് കൊണ്ട് അവനെ തോൽപ്പിക്കണം എന്ന് പറയുന്നു. ആ വാക്കുകൾ കേട്ടയുടൻ ആ തത്തകൾ അങ്ങനെയോ അത് എങ്ങനെ സാധ്യമാകും എന്ന് പറയുന്നു. ഉടൻ കാക്ക അവയ്ക്ക് വിശദമായി യഥാർത്ഥ വിഷയം വിശദീകരിക്കുന്നു. നമ്മൾ അടുത്തുള്ള കുളത്തിലേക്ക് പോയി ആ കുളത്തിലുള്ള മീനുകളെ പിടിച്ചുകൊണ്ടുവരും. എന്നാൽ കുറച്ച് ദൂരത്തിൽ ഒരു കീരിയും വസിക്കുന്നുണ്ട്. നമ്മൾ ആ മീനുകളെ കീരിയുടെ മാളത്തിനടുത്ത് നിന്ന് ഓരോന്നായി അകലെ നിന്ന് അല്പാൽപമായി ഈ പാമ്പിനെ കീരിയുടെ പുതുരിനടുത്തേക്ക് കൊണ്ടുവരണം. കീരി മീനുകളെ കണ്ടാൽ അവയെ തിന്നുകൊണ്ട് ഇങ്ങോട്ട് വരും. ഇവിടെ വന്നാൽ ആ പാമ്പിനെയും കൊന്നുകളയും എന്ന് കാക്ക തത്തകളോട് സത്യം വിശദീകരിക്കുന്നു. ഇത് കാരണം നിങ്ങളുടെ ശത്രുവും നശിക്കും എന്ന് ആ കാക്ക പറയുന്നു. കാക്ക പറഞ്ഞ വാക്കുകൾ ഈ തത്തകൾ കേൾക്കുമ്പോഴെല്ലാം ആ കാക്ക പറഞ്ഞ വാക്കുകളിൽ അവർക്കും വിശ്വാസം വരുന്നു. ഉടൻ തന്നെ അവർ കാക്കയോടൊപ്പം കുളത്തിലേക്ക് പോയി മീനുകളെ പിടിക്കുന്നു. ആദ്യം പിടിച്ച മീനിനെ കീരി താമസിക്കുന്ന കുറ്റിക്കാടിനടുത്ത് വെക്കുന്നു. അതിനുശേഷം വീണ്ടും കുളത്തിലേക്ക് പോയി കൂടുതൽ മീനുകളെ പിടിച്ചുകൊണ്ടുവന്ന് ഈ രീതിയിൽ അല്പാൽപമായി അകലെ ആ മീനുകളെ പാമ്പ് താമസിക്കുന്ന കുറ്റിക്കാട് വരെ ഒരു ക്രമമായ രീതിയിൽ വെക്കുന്നു. അതിനുശേഷം അവയെല്ലാം മരത്തിന്റെ മുകളിൽ ഇരുന്ന് കാത്തിരിക്കും. ഇപ്പോൾ കാക്ക തത്തയോട് സംസാരിക്കുന്നു. തത്തേ, കുറച്ചുനേരം കാത്തിരിക്കൂ, കുറച്ചുനേരം ക്ഷമയോടെ ഇരിക്കൂ. പിന്നെ എന്ത് സംഭവിക്കുന്നു എന്ന് നിന്റെ കണ്ണുകൊണ്ട് തന്നെ കാണും എന്ന് പറയുന്നു. അതിനുശേഷം കീരി അതിന്റെ പുറ്റിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അതിന്റെ പുറ്റിനു പുറത്ത് ഒരു മീൻ കിടക്കുന്നത് കണ്ടു. ഉടൻ അത് ദൈവത്തിന് നന്ദി പറഞ്ഞു. സ്വാമി, എന്റെ മേൽ കരുണ കാണിച്ച് എനിക്ക് ഭക്ഷണം എന്റെ വീട്ടിലേക്ക് അയച്ചോ. പിതാവേ, അങ്ങേക്ക് നന്ദി സ്വാമി എന്ന് മനസ്സിൽ വിചാരിച്ച് ആ മീൻ കഴിച്ചു. അതിനുശേഷം ആ കീരി കുറച്ചുകൂടി ദൂരം നടന്നപ്പോൾ അവിടെ മറ്റൊരു മീൻ കണ്ടു. കീരി കൂടുതൽ സന്തോഷത്തോടെ ആ മീനും കഴിച്ചു. അതിനുശേഷം ആ കീരി കുറച്ചുകൂടി ദൂരം നടന്നപ്പോൾ അവിടെ കൂടുതൽ മീനുകൾ കണ്ടു. ഇങ്ങനെ വരിവരിയായി അതിന് മീനുകളെ കണ്ടു. അവയെല്ലാം തിന്നുകൊണ്ട് ആ കീരി ഒടുവിൽ അവിടെയെത്തി. പാമ്പ് എവിടെയാണോ ഉള്ളത് അവിടെ ഒടുവിൽ ആ തത്തകൾ വെച്ചതുപോലെ മറ്റൊരു മീൻ ആ പാമ്പ് വസിക്കുന്ന വാതിലിനു പുറത്ത് ഉണ്ടായിരുന്നു. ആ മീനും തിന്നതിനു ശേഷം കീരി അവിടെ തന്നെ ഇരുന്നു മീനുകളെ ഇങ്ങനെ വരിവരിയായി ആരാണ് വെച്ചിട്ടുണ്ടാവുക എന്ന് ആലോചിക്കാൻ തുടങ്ങി. കാരണം ആരാണെന്ന് അറിയില്ല, പക്ഷേ മീനുകളെ ഇങ്ങനെ വരിവരിയായി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവ കഴിച്ചുകൊണ്ട് ഇവിടെ വന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായും ഇവിടെ ആരോ താമസിക്കുന്നുണ്ട്. അതായത് ആരോ എന്നോടൊപ്പം കളിക്കുകയാണോ?
അതോ ആരെങ്കിലും എന്നെ പറ്റിക്കുകയാണോ? എന്നെ ഒരു പദ്ധതിയുടെ ഭാഗമായി ഇവിടെ വരുത്തിയതാണോ? എന്റെ ജീവൻ എന്തെങ്കിലും ആപത്തുണ്ടോ എന്ന് ചിന്തിക്കുന്നു. എങ്കിലും എന്നോടൊപ്പം ഇങ്ങനെ കളിച്ച ആ വ്യക്തി ആരാണെന്ന് അറിയാൻ ആ വാതിലിൽ കാത്തിരിക്കുകയാണ്. കാരണം ഈ ദ്വാരത്തിൽ ആരെങ്കിലും താമസിക്കുകയാണെങ്കിൽ കുറച്ച് സമയത്തിന് ശേഷം തീർച്ചയായും പുറത്തുവരുമെന്ന് ആ കീരി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കീരി പ്രതീക്ഷിച്ച കുറഞ്ഞ സമയത്തിനുള്ളിൽ ആ മരത്തിന്റെ ദ്വാരത്തിൽ നിന്ന് പാമ്പ് പുറത്തുവരുന്നു. ആ പാമ്പിനെ കീരി കണ്ടപ്പോൾ ഇതെല്ലാം പാമ്പ് തന്നെയല്ലേ ചെയ്തെന്ന് ആ കീരി ചിന്തിക്കുന്നു. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് പാമ്പിനും കീരിയും തമ്മിലുള്ള ശത്രുത എങ്ങനെയുണ്ടായിരിക്കും എന്നത്. പാമ്പ് പുറത്തു വന്നാൽ കീരി അതിനോട് പോരാടുന്നു. അതിനോട് ഭയങ്കരമായി പോരാടുന്നു. അവസാനം കീരി വിജയിക്കുന്നു. അത് പാമ്പിനെ അടിക്കുന്നു. ഈ രണ്ടിനും ഇതിനിടയിൽ നടന്ന ഈ സംഭവം കണ്ട് മരത്തിൽ ഇരുന്നിരുന്ന ജോഡി തത്തകൾ വളരെ സന്തോഷിക്കുന്നു. അതുകൂടാതെ മരത്തിലുണ്ടായിരുന്ന ആ തത്ത സന്തോഷത്തോടെ മരച്ചുവട്ടിലുണ്ടായിരുന്ന കീരിപ്പിള്ളയെ വിളിച്ച്, കീരി അണ്ണാ, ഞാൻ നിങ്ങൾക്ക് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. കാരണം ഈ പാമ്പ് കാരണം ഞാൻ വളരെ കഷ്ടപ്പെട്ടു. ഈ പാമ്പ് എന്റെ കുട്ടികളെ എല്ലാം കൊന്നു. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഞങ്ങളുടെ ശത്രുവിനെ കൊന്ന് ഞങ്ങൾക്ക് വലിയ സന്തോഷം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും നന്ദി അറിയിക്കുന്നു. അതുപോലെ നിങ്ങൾ എന്നെ വളരെ സന്തോഷവാനാക്കി എന്ന് ആ തത്ത കീരിപ്പിള്ളയോട് പറയുന്നു. കാരണം യഥാർത്ഥത്തിൽ ആ തത്തകൾ വളരെ സന്തോഷത്തിലായിരുന്നു. തത്ത സംസാരിച്ചതിനു ശേഷം കീരിപ്പിള്ളയ്ക്കും യഥാർത്ഥ കാര്യം മനസ്സിലാകുന്നു. ഓഹോ, അങ്ങനെയെങ്കിൽ ഈ വലയെറിഞ്ഞത് നിങ്ങളാണോ? കീരിപ്പിള്ള ചോദിക്കുന്നു. അതിനുശേഷം ആ തത്ത അതെ അണ്ണാ എന്ന് പറഞ്ഞ് എന്ത് സംഭവിച്ചു, ആ പാമ്പ് എന്ത് ചെയ്തതിന്റെ മുഴുവൻ കഥയും ആ തത്ത കീരിയെ വിശദീകരിക്കുന്നു. അതിനുശേഷം നിങ്ങൾ ചെയ്ത ജോലിക്ക് നന്ദി എന്നും പറയുന്നു. എന്നാൽ ആ സമയത്ത് കീരി തത്തയുടെ സംസാരം കേട്ട്, എന്താ തത്തമ്മേ, മരത്തിന്റെ മുകളിൽ തന്നെ ഇരുന്നുകൊണ്ട് എനിക്ക് നന്ദി പറയുമോ? മരച്ചുവട്ടിൽ വന്ന് എനിക്ക് നന്ദി പറയാൻ കഴിയില്ലേ എന്ന് പറയുന്നു. എന്നാൽ തന്റെ ശത്രുവിനെ കൊന്നു എന്ന സന്തോഷത്തിൽ ആ തത്ത കീരി തന്നെ എന്തു ചെയ്യും എന്ന ചിന്ത പോലും ഇല്ലാതെ ഉടൻ കീരിയുടെ അടുത്ത് ചെന്ന് അതിന് നന്ദി പറയുന്നു. ഇങ്ങനെ തത്ത തന്റെ അടുത്ത് വന്നയുടൻ കീരി തത്തയെയും കൊന്ന് തിന്നുന്നു. ഇതൊക്കെ കണ്ട ആൺ തത്ത അയ്യോ, ഒരു ശത്രു മരിച്ചു എന്ന് സന്തോഷിക്കുന്നതിന് മുൻപേ മറ്റൊരു ശത്രു നമ്മുടെ മേൽ വിജയിച്ചു. എത്ര വലിയ കാര്യമാണ് സംഭവിച്ചത് എന്ന് ആ ആൺ തത്ത വളരെ കരയുന്നു. സുഹൃത്തുക്കളെ, ഇവിടെ എന്തു സംഭവിച്ചു എന്ന് കണ്ടോ? ഈ സംഭവം കുറിച്ച് ആൺ കാക്ക തന്റെ ഭാര്യയ്ക്ക് വിശദമായി വിശദീകരിക്കുന്നു. 2 തത്തകൾ ഒരു ശത്രുവിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു, എന്നാൽ പിന്നീട് മറ്റൊരു ശത്രുവിന്റെ പിടിയിൽ അകപ്പെട്ടു. കാരണം ആ ശത്രുവിനെ വിശ്വസിച്ചതുകൊണ്ടാണ് ആ തത്ത മരിക്കുന്നത്. അതായത് ആ കീരിയും ഒരു പാമ്പാണ്. അത് തന്റെ ശത്രുവാണെന്ന് കരുതി. എന്നാൽ കീരിയും തനിക്ക് ശത്രുവാണെന്ന് മറന്ന് അതിന്റെ അടുത്തേക്ക് പോയി. കാരണം കീരിയും ഒരു വിഷ ജീവിയാണല്ലോ, അതും തന്നെ തീർച്ചയായും കൊല്ലുമെന്ന് ആ സമയത്ത് അത് മറന്നുപോയിരുന്നു. അതുകൊണ്ട് എപ്പോഴെങ്കിലും ഒരു ശത്രുവിനെ വിശ്വസിച്ച് സഹായം ചോദിച്ചാൽ അവസാനം നഷ്ടം മാത്രമേ അവശേഷിക്കൂ, മറ്റൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് കാക്കമ്മ, എന്റെ വാക്ക് കേൾക്കൂ. നമ്മുടെ ശത്രുവായ ആ തന്ത്രശാലിയായ കുറുക്കന്റെ അടുത്തേക്ക് പോകരുത്, അല്ലെങ്കിൽ അത് നിങ്ങളെയും തീർച്ചയായും കൊല്ലുമെന്ന് ആൺകാക്ക പെൺകാക്കയോട് വിശദമായി പറയുന്നു. അതുകൊണ്ടാണ് തെറ്റിദ്ധാരണയിൽ പോലും ഈ 4 പേരുടെ അടുത്തേക്ക് പോയി ഒരിക്കലും സഹായം ചോദിക്കരുത്. അത്തരം 4 പേരിൽ
ഒരിക്കലും വിശ്വാസം അർപ്പിക്കരുത് എന്ന് പറയുന്നത്. ഇപ്പോൾ പെൺകാക്കയ്ക്ക് തന്റെ ഭർത്താവ് പറഞ്ഞ ഈ കഥയിൽ കൂടുതൽ താൽപര്യം വർദ്ധിച്ചു. ഉടൻ തന്നെ എന്താ നിങ്ങൾ പറയുന്നത് ഞാൻ ശ്രദ്ധയോടെ കേട്ടു. അങ്ങനെയെങ്കിൽ ആ 4 പേർ ആരാണ്? നമ്മൾ എന്തുകൊണ്ടാണ് അവരോട് സഹായം ചോദിക്കാത്തത് എന്ന് വേഗം പറയൂ. ഞാൻ ശ്രദ്ധയോടെ കേൾക്കാം എന്ന് ചോദിക്കാൻ തുടങ്ങുന്നു. ഉടൻ ആൺകാക്കയും ആ 4 പേർ ആരാണെന്ന് പറയാൻ തുടങ്ങുന്നു. ഒന്നാമത്തെയാൾ ആരെന്ന് വെച്ചാൽ നിങ്ങളെ ശത്രുവായി കരുതുന്നവരാണ്. കാരണം നിങ്ങൾ നിങ്ങളുടെ സഹായത്തിനായി നിങ്ങളുടെ ശത്രുവിനോട് കെഞ്ചാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ശത്രു നിങ്ങൾക്ക് സഹായിക്കുന്നതിന് പകരം ഇത് ഒരു നല്ല അവസരമാണെന്ന് കരുതി നിങ്ങളെ ആക്രമിക്കും. ഇത് നിങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശത്രു സഹായിക്കുമെന്ന് കരുതി ഒരിക്കലും അവരോട് സഹായം ചോദിക്കരുത്. രണ്ടാമത്തെയാൾ ആരാണെന്ന് വെച്ചാൽ അഹങ്കാരികളാണ്, അതായത് അഹങ്കാരമുള്ളവർ. ആർ എപ്പോഴും അഹങ്കാരത്തോടും ഗർവോടും കൂടിയിരിക്കുന്നുവോ അങ്ങനെയുള്ളവരോടും ഒരിക്കലും സഹായം ചോദിക്കരുത്. അവരുടെ അടുത്ത് പോകാനും പാടില്ല. അവരുടെ അടുത്ത് പോകുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങൾ അങ്ങനെയുള്ള അഹങ്കാരിയുടെ അടുത്ത് പോയാൽ അയാൾ അഹങ്കാരത്തോടെ നിങ്ങളെ കളിയാക്കുകയും അപമാനിക്കുകയും ചെയ്യും. കൂടാതെ നിങ്ങളെ സഹായിക്കുകയുമില്ല. മൂന്നാമത്തെ വ്യക്തി ആരെന്ന് വെച്ചാൽ വഞ്ചകനാണ്. കാരണം വഞ്ചകരുടെ അടുത്ത് ഒരിക്കലും സഹായം ചോദിക്കാൻ പോകരുത്. കാരണം വഞ്ചകർ എപ്പോഴും വഞ്ചിക്കുന്ന വാക്കുകൾ മാത്രമേ സംസാരിക്കൂ. ആ വാക്കുകൾ വളരെ മധുരമുള്ളതും നമുക്ക് വിശ്വാസം നൽകുന്നതുമായിരിക്കും. എന്നാൽ അവർ ഒടുവിൽ നമ്മളെ വഞ്ചിക്കും. ഒരു സഹായവും ചെയ്യില്ല. അവർ തങ്ങളുടെ തട്ടിപ്പിലൂടെ നിങ്ങളെ എവിടെയെങ്കിലും കൊടുക്കും. അവർ തങ്ങളുടെ ആവശ്യങ്ങൾക്കായി നിങ്ങളെ പൂർണ്ണമായി ഉപയോഗിച്ച ശേഷം പിന്നീട് നിങ്ങളെ ഉപേക്ഷിക്കും. ഇതുകൊണ്ട് നിങ്ങൾക്ക് വലിയ നഷ്ടം സംഭവിക്കും. അത് മാത്രമല്ല, നിങ്ങൾ വഞ്ചിക്കപ്പെടുകയാണെന്ന് നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാകില്ല. അതുകൊണ്ടാണ് ഒരു സാഹചര്യത്തിലും ഒരു തട്ടിപ്പുകാരനോട് സഹായം ചോദിക്കരുത്. അയാളുടെ അടുത്ത് പോകാനും പാടില്ല. നാലാമത്തെ വ്യക്തി ആരെന്ന് വെച്ചാൽ മയക്കുമരുന്നിന് അടിമപ്പെട്ടവരാണ്. കാരണം നിങ്ങൾ ഒരിക്കലും മദ്യപാനികളോടോ മയക്കുമരുന്നിന് അടിമപ്പെട്ടവരോടോ പോയി തെറ്റിദ്ധരിച്ചും സഹായം ചോദിക്കരുത്. കാരണം നിങ്ങൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ആരോടെങ്കിലും ലിഫ്റ്റ് ചോദിച്ചാൽ അപ്പോൾ ആരോ ഒരാൾ ബൈക്കിൽ വന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കും. പക്ഷേ അയാൾ മദ്യം കഴിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ അങ്ങനെയുള്ള ഒരാളോടൊപ്പം ബൈക്കിൽ ഇരുന്ന് പോകുകയാണ്. മദ്യലഹരിയിലുള്ള ആ വ്യക്തി ബൈക്ക് എങ്ങനെ ഓടിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതിനുശേഷം അയാൾ ആ ബൈക്ക് എവിടെയെങ്കിലും ഇടിക്കും. ഏതെങ്കിലും ഒരു കുഴിയിൽ നിങ്ങളെ തള്ളിയിട്ട് പോവുകയോ അല്ലെങ്കിൽ അയാളും ആ അപകടത്തിൽ മരിച്ച് നിങ്ങളെയും അപകടത്തിൽ പെടുത്തുകയോ ചെയ്യും. അതിനാൽ ഒരിക്കലും മദ്യപാനികളിൽ നിന്ന് ഒരു സഹായവും ചോദിക്കരുത്. ഇതിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തെന്നാൽ ആവശ്യമെങ്കിൽ മരിക്കുന്നത് നല്ലതാണ്. എന്നാൽ നിങ്ങൾക്ക് സഹായം ആവശ്യമുള്ളപ്പോൾ ഒരിക്കലും ഇതുപോലുള്ള 4 പേരോട് പോയി സഹായം ചോദിക്കരുത്. ആ 4 പേർ ആരാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഒരാൾ നിങ്ങളുടെ ശത്രു, രണ്ടാമത്തേത് അഹങ്കാരത്തോടെയുള്ള ഗർവിഷ്ഠൻ. അയാളാൽ നിങ്ങൾക്ക് അപമാനം മാത്രമേ ഉണ്ടാകൂ. മൂന്നാമത്തേത് ഒരു തട്ടിപ്പുകാരൻ. ഇവനാൽ നിങ്ങൾക്ക് ദോഷം മാത്രമേ സംഭവിക്കൂ. ഇനി നാലാമത്തെ ആളുകൾ മയക്കുമരുന്നിന് അടിമകളായവരാണ്. അവരാൽ നിങ്ങളുടെ ജീവനും അപകടം സംഭവിക്കാം. അതിനാൽ സുഹൃത്തുക്കളെ, തന്റെ ഭർത്താവായ ആൺകാക്ക പറഞ്ഞ ഈ കഥ കേട്ടതിനു ശേഷം പെൺകാക്കയ്ക്ക് തന്റെ ഭർത്താവ് എന്താണ് പറഞ്ഞതെന്നും അതിലെ നീതി എന്താണെന്നും പൂർണ്ണമായി മനസ്സിലാകുന്നു. എന്നാൽ
തന്റെ ഭർത്താവ് തന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ആ കുറുക്കന്റെ അടുത്ത് പോകരുതെന്ന് പറയുന്നത് എന്ന് ആ പെൺകാക്ക മനസ്സിലാക്കുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് കാക്ക പറഞ്ഞ ഈ കഥയുടെ നീതി എന്താണെന്ന് മനസ്സിലായെങ്കിൽ ഈ അഭ്യർത്ഥന അതുപോലെ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും തീർച്ചയായും പങ്കിടുക.